വ്യാപാര സ്ഥാപനങ്ങളുടെയൊക്കെ വാടക അത് ഇജാർ വഴി അടയ്ക്കണം എന്നുള്ള വ്യവസ്ഥ അത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാ കെട്ടിട വാടക കരാറുകളും ഇജാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. ഈ രംഗത്തൊക്കെ ചൂഷണം ഒഴിവാക്കാനും സുതാര്യതയ്ക്കും വേണ്ടിയാണ് ഇജാർ സംവിധാനം കൊണ്ടുവന്നത്. 2024 ആരംഭം മുതൽ സൗദിയിലെ കെട്ടിടങ്ങളുടെ വാടക ഓൺലൈനായി നൽകണമെന്ന നിയമത്തിൽ നിന്ന് വ്യാപാര സ്ഥാപനങ്ങളെ താൽക്കാലികമായി ഒഴിവാക്കിയതായി ഇജാർ പോർട്ടലാണ് അറിയിച്ചത്. എന്നാൽ എല്ലാ കെട്ടിട വാടക കരാറുകളും ഇജാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നത് നിർബന്ധമാണ്. അതേസമയം ആദ്യഘട്ടം എന്ന നിലയിൽ താമസക്കാരുടെ വാടക ഓൺലൈനായി അടക്കൽ നേരത്തെ തന്നെ നിർബന്ധമാക്കിയിരുന്നു. ഈ പേയ്മെന്റ് സംവിധാനത്തിലൂടെ ഇടപാടുകൾ വർദ്ധിപ്പിക്കുകയും വാടകക്കാരുടെയും ഉടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും ഇടനിലക്കാരുടെ തട്ടിപ്പിൽ നിന്നുള്ള സംരക്ഷണം, പണമിടപാടുകളിലെ സുതാര്യത എന്നിവയാണ് ഈ പേയ്മെന്റ് ലക്ഷ്യമിടുന്നത്. വ്യാപാര സ്ഥാപനങ്ങളുടെ വാടക ഒഴിച്ച് മറ്റ് കെട്ടിടങ്ങളുടെ വാടക 2024 ജനുവരി മുതൽ ഇജാർ പോർട്ടലിലൂടെ മാത്രമായിരിക്കണം. ഇജാർ പോർട്ടൽ ആരംഭിച്ചത് മുതൽ ഇതിനകം 80 ലക്ഷത്തിന് മുകളിൽ വാടക കരാറുകൾ പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇജാറിൽ രജിസ്റ്റർ ചെയ്തവയിൽ 66 ലക്ഷം പാർപ്പിട കെട്ടിടങ്ങളുടെ കരാറുകളാണ്. 13 ലക്ഷം വാണിജ്യ യൂണിറ്റുകളും ഉൾപ്പെടുന്നു. കരാർ രജിസ്റ്റർ ചെയ്ത സമയത്ത് സമർപ്പിക്കുന്ന രേഖകളുടെ ആധികാരികത ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുടെ സഹായത്തോടെ ഉറപ്പുവരുത്തുന്നുമുണ്ട്. ജാഫർ അലി, പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.